നമസ്കാരം. ഏറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന വാർത്തയുമായാണ് മാതൃഭൂമി ഇന്ന് ആ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ ഒരു ബ്രേക്കിംഗ് വാർത്ത പ്രസിദ്ധീകരിച്ചത്. പ്രധാന തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി ഇന്നത്തെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത്. CPMന്റെ നയമാറ്റമാണ് ഈ വാർത്തയിലുള്ളത് എന്ന് വ്യക്തം. CPI പറയും പോലെ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിശേഷിപ്പിക്കാനാവില്ല എന്ന നിലപാടുമായി CPM ഇപ്പോൾ രംഗത്തൊരു നിലപാട് തന്നെ അവർ എടുത്തിരിക്കുകയാണ്. കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ വ്യക്തത വരുത്തി CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് അയച്ച രഹസ്യരേഖയിലാണ് ഈ വിലയിരുത്തൽ ഉള്ളതെന്നാണ് മാതൃഭൂമിയുടെ വാർത്ത. CPI മോദി സർക്കാരിനെ ഫാസിസ്റ്റ് ഭരണകൂടമെന്ന് വിശേഷിപ്പിച്ചപ്പോൾ ഇന്ത്യൻ ഫാസിസം വന്നു കഴിഞ്ഞെന്ന് CPI നിലപാടെടുത്തു. ഇത് രണ്ടിനെയും തള്ളി അവയിൽ നിന്ന് വ്യത്യസ്തമാണ് CPM നിലപാടെന്ന് രേഖ വ്യക്തമാക്കുന്നുവെന്നാണ് മാതൃഭൂമിയിലെ വാർത്ത വിശദീകരിക്കുന്നത്. മുസോളിനിയുടെയും ഹിറ്റ്ലറുടെയും കാലത്ത് ക്ലാസിക്കൽ ഫാസിസം എന്നും പിന്നീടുള്ള രൂപങ്ങളെ നവഫാസിസം എന്നും വിശേഷിപ്പിച്ചാണ് പുതിയ നിർവചനം. അന്ധസാമ്രാജ്യത്തിന്റെ വൈരുദ്ധ്യത്തിന്റെ സൃഷ്ടിയാണ് ക്ലാസിക്കൽ ഫാസിസം എന്നും നവ ഉദാരീകരണ പ്രതിസന്ധിയുടെ ഉത്പന്നമാണ് നവഫാസിസം എന്നുമാണ് വിശേഷണം. ഏപ്രിലിൽ മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി കരട് രാഷ്ട്രീയ പ്രമേയം പരസ്യമാക്കി കഴിഞ്ഞു. പാർട്ടി ഘടകങ്ങൾക്കും പൊതുജനങ്ങൾക്കുമൊക്കെ ചർച്ച ചെയ്യാനും അഭിപ്രായം പറയാനുമായി പ്രമേയം പാസാക്കിയാൽ പിന്നീട് ഒരു കുറിപ്പ് പതിവില്ല എന്ന് മാതൃഭൂമി വാർത്തയിലുമുണ്ട്. RSS ഫാസിസ്റ്റ് സ്വഭാവമുണ്ടെന്നാണ് പാർട്ടി പരിപാടിയിൽ CPMന്റെ വിലയിരുത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് RSS നിയന്ത്രണത്തിലുള്ള മോദി സർക്കാരിന് ഫാസിസ്റ്റ് പ്രവണതയാണെന്ന് കഴിഞ്ഞ 2 പാർട്ടി കോൺഗ്രസിലും പ്രഖ്യാപിച്ചത്. ഇതിലാണ് ഒരു മാറ്റം വരുത്തുന്നതെന്ന് മാതൃഭൂമി പറയുന്നു. മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് പറയാനാവില്ല. ഇന്ത്യൻ ഭരണകൂടത്തെ നവഫാസിസ്റ്റായും ചിത്രീകരിക്കാനാവില്ല. 10 വർഷത്തെ തുടർച്ചയായുള്ള മോദി ഭരണത്തിൽ രാഷ്ട്രീയാധികാരം BJP RSS കരണങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു. RSS BJP കൂട്ടുകെട്ടിനെ തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുത്വ കോർപ്പറേറ്റ് സ്വച്ഛാധിപത്യം നവഫാസിസത്തിലേക്ക് പോകും. നവഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം അതൊരു നവഫാസിസ്റ്റ് സർക്കാരോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചില്ല എന്ന് മാത്രമല്ല CPM വിശദീകരിക്കുന്നുവെന്നാണ് വാർത്ത. ഇതിനോട് CPM പരസ്യമായി എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് നിർണായകം. ഫാസിസം എന്നത് ഒരുതരം സമഗ്രാധിപത്യ രാഷ്ട്രീയ നേതൃത്വമാണ്. ഇപ്രകാരമുള്ള ഭരണകൂടങ്ങളുടെ അടിസ്ഥാന യുക്തകേന്ദ്രവും ആ ഒരു യുക്തകേന്ദ്രീകൃത സമീപനവും വിരാരാധന, ഒരു പൊതുശത്രുവിനെ, ഒരു ജനതയോ രാഷ്ട്രത്തെയോ ഏകീകരിക്കൽ തുടങ്ങിയ ആശയങ്ങളിൽ ഊന്നിയുറച്ചുകൊണ്ടുള്ളതാണ്. ഇത് പ്രമാണിത ദേശീയവാദത്തിൽ അധിഷ്ഠിതമായ ഒരു തീവ്ര രാഷ്ട്രീയവാദമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. BJPയെയും RSSനെയും ഫാസിസം എന്ന വാക്കുമായിട്ടായിരുന്നു CPM കൂട്ടിച്ചേർത്തത്. ഇതിൽ മാറ്റമുണ്ടാകുന്നുവെന്നാണ് കേരളത്തിലടക്കം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.